നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വല്ലാത്തൊരു സന്തോഷത്തോടെയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്. പക്ഷേ കിടന്നിട്ട് ഉറക്കം വരണ്ടേ? അമ്മാതിരി പ്രകടനമല്ലേ സഞ്ജു സാംസൺ നടത്തിയത്. അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ കാത്തിരുന്നത് ഇങ്ങനെയൊരു ഇന്നിങ്സിന് വേണ്ടിയായിരുന്നു. സഞ്ജു ഇതിന് മുമ്പും സെഞ്ചുറിയൊക്കെ നേടിയിട്ടുണ്ട് T20 പക്ഷെ അതിനപ്പുറം ഒരു പ്രാധാന്യം ഈ പ്രകടനത്തിന് വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഈ ഗെയിമിൻ്റെ പ്രാധാന്യമാണ്. തോറ്റ പുറത്താണ്. ഒരു ഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും ടീമിനെ വാരിപ്പിടിച്ച് ആ ഒരു ഫൈനൽ ലൈൻ വരെ കൊണ്ടുപോയി സഞ്ജു സാംസൺ വിന്നിങ് ഷോട്ട് മുതിർത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മളൊന്നെടുത്ത് പരിശോധിക്കുകയാണ്. വിശദമായ മാച്ച് റിവ്യൂ അല്ല, അത് വേറെ വരും. സാധാരണ ഓരോ മാച്ചിനും ശേഷവും നമ്മൾ വിശദമായിട്ടുള്ള മാച്ച് റിവ്യൂസ് നടത്താറുണ്ട്, അത് വരും. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ, കാരണം സഞ്ജുവിൻ്റെ പ്രകടനം മാത്രം ഒന്ന് നമുക്ക് എടുക്കണം. 3 ഘട്ടങ്ങളായിട്ട് അതിനെ കാണണം. ഒന്ന്, കളിക്ക് മുമ്പുള്ള അവസ്ഥ, കളിയുടെ ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെ കടന്നുപോയി, കളി കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങൾ. കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള നിൽപ്പ്, പിന്നെ ആ ഒരു കുരിശൊക്കെ വരച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത്, അതിനുശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നത്, സൂര്യകുമാർ യാദവ് വണങ്ങുന്നത്, പിന്നെ ബാറ്റിൽ ചുംബിക്കുന്നത്, അവിടെ ചെന്ന് നിന്ന് വീണ്ടും പ്രാർത്ഥനാ നിരതനാവുന്നത്, ഓരോ നിമിഷവും അത്ര മേൽ മൂല്യമുള്ളതാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്ക്. സഞ്ജു സാംസൺ ദി റിയൽ ഹീറോ. ഈ കളിയിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്, കളിക്ക് മുമ്പുള്ള അവസ്ഥ എന്താണ്? തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് വേണ്ട വിധത്തിൽ ബിൽഡ് ചെയ്യാത്തൊരവസ്ഥ ഈ ടൂർണമെൻറ്റിലുടനീളമുണ്ടായി. കഴിഞ്ഞ കളിയിൽ സഞ്ജുവിൻ്റെ ഒരു 20 അവസാനിച്ച് ഇന്നിങ്സ് കൂടി വന്നപ്പോഴാണ് ഒരു 48 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് വന്നത്. അതായിരുന്നു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് കൂട്ടുകെട്ട്. അപ്പോൾ ഈ കളിയിലും മറുഭാഗത്ത് അഭിഷേക് ശർമ്മക്ക് വലിയ സഹായമൊന്നും സഞ്ജുവിനൊപ്പം നിന്ന് ചെയ്യാൻ പറ്റിയില്ല. സഞ്ജു ഒരു ഭാഗത്ത് നല്ല രൂപത്തിൽ പോകുമ്പോഴും അഭിഷേക് 29 റൺസ് ഇന്ത്യൻ സ്കോർ ബോർഡിലുള്ളപ്പോൾ മടങ്ങിപ്പോയിരുന്നു. അഭിഷേകിൻ്റെ സംഭാവന ഈ കളിയിൽ 10 റൺസ് മാത്രമായിരുന്നു. അപ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രഷറുള്ള ഒരു സിറ്റുവേഷനായിരുന്നു ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. അത് സഞ്ജുവിന് മാത്രമല്ല, ഓൾ ഇന്ത്യൻ ടീമിന് അങ്ങനെ തന്നെയായിരുന്നു. തോറ്റാൽ നേരത്തെ പുറത്തു പോകാം, ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ ഹോട്ട് ഫേവറിറ്റുകളായൊരു ടീം. സോ അതുകൊണ്ട് തോൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയായിരുന്നു ഈഡൻ ഗാർഡൻസിൽ കളിക്കാനിറങ്ങുമ്പോൾ സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് ഈ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം കിട്ടി, ഗില്ലിനെ ഒഴിവാക്കിയിട്ട്, എന്നിട്ട് അതിന് മുന്നോടിയായിട്ടുള്ള സീരീസിൽ മികവ് കാണിക്കാൻ പറ്റാതെ പ്ലേയിങ് ലെവലിൽ സ്ഥാനം നഷ്ടപ്പെടുന്നു. അഭിഷേകിന് വയറിന് അസുഖമായതുകൊണ്ട് മാത്രം നമീബിയക്കെതിരെ കളിച്ചു. പിന്നെ ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ക്ലിക്കാവുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം പിന്നെ ഒരു മത്സരത്തിൽ അവസരം കിട്ടുന്നു. അതിനുശേഷം ഇതാ ഈ റിഡംഷൻ സംഭവിക്കുന്നു. ഈഡൻ ഗാർഡൻസ് പോലുള്ളൊരു ഗ്രൗണ്ടിൽ 195 റൺസ് ചേസ് ചെയ്യുക ബിഗർ ടോട്ടലാണ്. സംഭവം ഡിയൊക്കെ ഉണ്ടായി, ബാറ്റിങ്ങിന് പറ്റിയ കണ്ടീഷനാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ മാച്ചിൻ്റെ സ്ഥിതി നോക്കണം. ഒരു വെർച്വൽ നോക്കൗട്ട് പോലെ, ക്വാർട്ടർ ഫൈനൽ പോലെയുള്ള മത്സരമാണ്. അതിലെ പ്രഷർ വലുതാണ്. ഇന്ത്യ ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് വലിയ രൂപത്തിൽ സ്റ്റംബിൾഡ് ആയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ ബാറ്റിംഗ് കളി ജയിച്ചു വന്നിട്ടുണ്ട്, ശരിയാണ്. സൗത്ത് ആഫ്രിക്കയോട് മാത്രമേ തോറ്റുള്ളൂ. പക്ഷേ ബാറ്റിംഗ് എല്ലാ കളികളിലും ഒരു കോംപ്രഹെൻസീവ് ഡൊമിനേഷൻ കാണിച്ചല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിലേക്ക് വരുമ്പോൾ 195 ചേസ് ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിഷേകിനൊപ്പം ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സഞ്ജു സാംസണിൻ്റെ മനസ്സിൽ കൃത്യമായ ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അത് കളിക്ക് ശേഷം വിശദീകരിക്കുന്നുണ്ട്. ഈ റോളിലെ വ്യത്യാസം, കഴിഞ്ഞ കളിയിൽ ഫസ്റ്റ് ബോൾ മുതൽ അറ്റാക്ക് ചെയ്യാൻ പോയതും ഈ കളിയിൽ ചേസ് ചെയ്യുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് തനിക്ക് ധാരണ ഉണ്ടായിരുന്നതിനെക്കുറിച്ച് അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നുണ്ട്. ഒരുപാട് കാലം ടീമിനോടൊപ്പം ഉണ്ടായി, പലപ്പോഴും ഡഗ്ഔട്ടിലിരുന്നു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ഒരു ചേസ് എങ്ങനെ മാനേജ് ചെയ്തെടുക്കുന്നു എന്നുള്ളത് കണ്ടതാണ് താനെന്നും ആ എക്സ്പീരിയൻസ് ഉപയോഗപ്പെടുത്തിയെന്നും ഒക്കെ കളിക്ക് ശേഷം പറയുമ്പോൾ അതിലുണ്ട് സഞ്ജുവിൻ്റെ ദൃഢനിശ്ചയം. സോ അഭിഷേകും സഞ്ജുവും ചേർന്നുള്ള
ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ആദ്യത്തെ 2 ഓവറുകളിൽ പ്രധാനമായും റണ്ണൊന്നും വരുന്നില്ല. പക്ഷേ സഞ്ജു സാംസൺ തീരുമാനിക്കുന്നു, ഇനി ഇങ്ങനെ പോയാൽ പോരാ. അദ്ദേഹം മുൻകൈ എടുക്കുന്നു, ആ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നു. അവരുടെ പവർ പ്ലേ സ്പെഷ്യലിസ്റ്റ് അഖിൽ ഹുസൈൻ, ലെഫ്റ്റ് ആം സ്പിന്നർ, പണി കൊടുത്തു. സഞ്ജു സാംസൺ ഒരു മനോഹരമായിട്ടുള്ള ഒരു കട്ടിലൂടെ 4 അടിച്ചുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നു. അതിനുശേഷം ഒരു സ്വീപ്പ് സിക്സറിന് പറത്തുന്നു. അതിനുശേഷം മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് ഫുട്ട് പുള്ളു വരുന്നു. അങ്ങനെ ശരിക്കും പണി കൊടുത്തു അഖിൽ ഹുസൈന്. പക്ഷേ ആ ഓവറിൽ അവസാന ചിരി അഖിൽ ഹുസൈൻ്റെ തന്നെയായിരുന്നു. കാരണം അഭിഷേക് ശർമ്മയെ മടക്കി വിട്ടു. അഖിൽ ഹുസൈൻ ബി, അഖിൽ ഹുസൈൻ സി, ഷിംറോൺ ഹെറ്റ്മയർ 11 പന്തിൽ നിന്ന് 10 റൺസുമായിട്ട് അഭിഷേക് ശർമ്മ മടങ്ങി. ഒരു ഭാഗത്ത് സഞ്ജു സാംസൺ നിൽക്കവേ 3ാമത്തെ ഓവറിൽ തന്നെ അഭിഷേക് മടങ്ങി. ഇന്ത്യൻ സ്കോർ ബോർഡിൽ 29 റൺസ്. പോരാ, മുന്നോട്ടേക്ക് പോകണം. ഇഷാൻ കിഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇഷാൻ കിഷനും വലിയ സംഭാവന നൽകാൻ പറ്റിയില്ല. 6 പന്തിൽ നിന്ന് 10 റൺസ് അടിച്ച് അദ്ദേഹം പോകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 41 റൺസായിരുന്നു. സോ ഇഷാനെ സംബന്ധിച്ചിടത്തോളം വേണ്ട വിധത്തിലൊരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം നൽകാതെ പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് മാറുകയായിരുന്നു. ഇഷാൻ കിഷൻ ജെയ്സൺ ഓൾഡറുടെ പന്തിൽ ഷിംറോൺ ഹെറ്റ്മയർ തന്നെ പിടിച്ചാണ് പുറത്താകുന്നത്. ഡീപ്പ് മിഡ് വിക്കറ്റിൽ ഹെറ്റ്മയർ പിടിച്ച് പുറത്താക്കുന്നു. അപ്പോഴും സഞ്ജു സാംസൺ, അതായത് ഇന്ത്യയുടെ പവർ പ്ലേ അത്ര സുഖകരമല്ല, വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും സഞ്ജു സാംസൺ മികച്ച ഒരു രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി. ആ ഫേസിലും 13 പന്തുകൾ നേരിട്ട് 24 റൺസ് അദ്ദേഹം അപ്പോൾ നേടിയിട്ടുണ്ടായിരുന്നു. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഇന്ത്യ 53 റൺസ്, 2 വിക്കറ്റിന് 6 ഓവറിൽ 2 വിക്കറ്റിന് 53 റൺസ് എന്ന നിലയിലാണ്. അപ്പം ലോഞ്ച് അവിടെ കഴിഞ്ഞു. ഇനി വേണം ഇന്നിങ്സിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ, കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അതിനുശേഷം പിന്നെയാണ് സഞ്ജു യഥാർത്ഥത്തിൽ കമാൻഡിങ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അടുത്ത 4 ഓവറുകൾ, പവർ പ്ലേക്ക് ശേഷമുള്ള 4 ഓവറുകളിൽ ഇന്ത്യ 45 റൺസാണ് ആഡ് ചെയ്തത്. അതിൽ സഞ്ജു സാംസൺ നിയർ പെർഫെക്ഷൻ എന്ന രൂപത്തിൽ തന്നെ കളിച്ചു പോയി. ഹോൾഡറെ മിഡ് ഓഫിലൂടെ പഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗുഡാകേഷ് മോട്ടിക്കെതിരെ ഫ്ലാറ്റ് ബാറ്റിംഗ് പുറത്തെടുക്കുന്നു. റൊമാരിയോ ഷഫേർഡിനെതിരെ 6ഉം 4ഉം അടിക്കുന്നു. അങ്ങനെ മോട്ടിയുടെ മറ്റൊരു ബോളിൽ ഒരു ബാക്ക് ഫുട്ട് ബൗണ്ടറി നേടുന്നു. അതിമനോഹരമായിട്ട് കളിച്ച് സഞ്ജു അർദ്ധ സെഞ്ചുറിയിലേക്ക്. 26 പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധ സെഞ്ചുറി വരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് പൊളിച്ചെടുക്കലാണ്, നിയന്ത്രിത പൊളിച്ചെടുക്കൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൺട്രോൾഡ് ഡെവസ്റ്റേഷൻ എന്ന് പറയില്ലേ, അത്തരത്തിലുള്ളൊരു പെർഫോമൻസാണ് അവിടെ വന്നത്. പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്ത് നന്നായിട്ട് പോകുമ്പോൾ പിന്നെ 50ക്ക് ശേഷം പൊളിച്ചെടുക്കാനുള്ളൊരു ഇൻറ്റൻഷൻ പല ബാറ്റർമാരിലും നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതിന് പകരം സഞ്ജു സാംസൺ അപ്പം ചെയ്തത് എന്താ, തൻ്റെ ഗാർഡ് ഒന്നുകൂടി അങ്ങ് മാർക്ക് ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജോബ് അവസാനിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് വീണ്ടും അദ്ദേഹം തൻ്റെ ഗാർഡ് മാർക്ക് ചെയ്ത് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചതാണ്. താൻ നിന്നേ പറ്റൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മറുഭാഗത്ത് വിക്കറ്റുകൾ വീടുകൊണ്ടിരുന്നു. സൂര്യകുമാർ യാദവാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് ഇഷാൻ കിഷൻ പോയതിനു ശേഷം. പക്ഷേ സൂര്യക്ക് ഒരിക്കലും അത്ര ഒരു മികവിൽ ഇന്നലെ ബാറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, ഒരു 4ഉം ഒരു 6ഉം അദ്ദേഹം അടിച്ചു. പക്ഷേ 16 പന്തിൽ നിന്ന് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത് 18 റൺസ് മാത്രമാണ്. 58 റൺസിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ 11ാമത്തെ ഓവറിലാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ 99-ന് 3 വിക്കറ്റ് എന്ന രൂപത്തിലാണ്. പിന്നെ ടീമിന് മുന്നോട്ട് പോയേ പറ്റൂ. കൂടെ തിലക് വർമ്മയാണ് സഞ്ജു സാംസണിന് കൂട്ടായിട്ട് എത്തുന്നത്. ആ ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസ് നല്ല രൂപത്തിൽ പന്തെറിയുന്നുണ്ട്. തുടർച്ചയായ 2 ഓവറുകളിൽ 6 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അവർ പന്തെറിയുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ തിലക് വർമ്മ ബൗണ്ടറികൾ കൊണ്ട് മനോഹരമായിട്ട് ആ ഒരു ഹഡിൽസിനെ ബ്രേക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഷാമർ ജോസഫിനെതിരെ വളരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടു. അങ്ങനെ അടുത്ത 2 ഓവറുകളിൽ ഇന്ത്യ 32 റൺസാണ് അടിച്ചെടുക്കുന്നത്. സോ ഇന്ത്യയുടെ ഇക്വേഷൻ കൃത്യമായിട്ട് 6 ഓവറിൽ 60 റൺസ് വിജയിക്കാൻ വേണം എന്ന രൂപത്തിലേക്കായി. കളി മുന്നോട്ട് പോകവേ തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും മടങ്ങിപ്പോകുന്നുണ്ട്. തിലക് 15 പന്തിൽ 4 4 ഒരു 6 മടക്കം 27 റൺസ്. ഹാർദിക് പാണ്ഡ്യ 14 പന്തിൽ നിന്ന് 17 റൺസാണ് അടിച്ചത്. പക്ഷേ പിന്നെ അപ്പോഴും അക്ഷോഭ്യനായി ക്രീസിൽ നിന്ന് സഞ്ജു ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു. മറുഭാഗത്ത് വന്നിട്ട് ശിവൻ ദ്യൂബയുടെ 2 കിടിലൻ 4കളുണ്ട്. 4 പന്തിൽ നിന്ന് 8 റൺസ്.
അദ്ദേഹവും സഞ്ജുവിനെ ഈ ഒരു ഇന്നിങ്സിൽ അവസാനത്തിലേക്ക് എത്തുമ്പോൾ സഹായിക്കുന്നുണ്ട്. അവസാന ഓവറിൽ ടീമിന് വിജയിക്കാൻ വേണ്ടത് 7 റൺസാണ്. സഞ്ജു സാംസണിൻ്റെ ഒരു മാസ്മരിക സിക്സർ, അടുത്ത പന്തിലൊരു 4, അത് വടിച്ചുകൊണ്ട് 97 റൺസ് അദ്ദേഹം കുറിച്ച് ടീം ഇന്ത്യയെ വിജയപഥത്തിലേക്ക് എത്തിച്ചിട്ട് സെഞ്ചുറിയുടെ തൊട്ടരികിലാണ് അദ്ദേഹം. പക്ഷേ അത് ചെയ്യാനുള്ള, സെഞ്ചുറി കംപ്ലീറ്റ് ചെയ്യാനുള്ള റണ്ണുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 97 നോട്ട് ഔട്ട് എന്ന രൂപത്തിൽ നിന്ന് ആ ബൗണ്ടറി അടിച്ചിട്ട് മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. അതിനുശേഷം ആ കുരിശൊക്കെ വരച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ, അതിലെല്ലാം ഉണ്ട്. കളിക്ക് ശേഷമുള്ള നിമിഷങ്ങൾ വികാരനിർഭരമായ നിമിഷങ്ങളാണ്. നോക്കുക, കളിയിലുടനീളം അദ്ദേഹം അക്ഷോഭ്യനായിരുന്നു. 50 അടിച്ചിട്ട് അദ്ദേഹം വീണ്ടും ഗാർഡ് മാർക്ക് ചെയ്യുന്നത്, വിക്കറ്റുകൾ വീഴുന്ന സമയത്ത്, അതുപോലെയുള്ള ബ്രേക്കിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം ഒരുപാട് അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും പ്രകടിപ്പിക്കാതെ തന്നെ പിച്ചിൽ നിൽക്കുന്നത്. ജയൻറ്റ് സ്ക്രീനിലേക്ക് ഇടയ്ക്കിടെ നോക്കിയിട്ട് ആസ്കിങ് റേറ്റ് വല്ലാതെ കയറിപ്പോയല്ലോ എന്നോർത്ത് ആശങ്കപ്പെടാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതൊക്കെ തീർച്ചയായിട്ടും ദൃഢനിശ്ചയത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് വന്ന ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. ആ ദൃഢനിശ്ചയം, ആ അക്ഷോഭ്യത, അതെല്ലാം കൂടി കൊണ്ടുവന്ന് തന്ന ഒരു റിസൾട്ടാണത്. സൂര്യ പറഞ്ഞില്ലേ, കാത്തിരിക്കുന്ന നല്ല മനുഷ്യർക്ക് നല്ലതായിട്ടുള്ള റിസൾട്ടുകൾ വരുമെന്ന്. കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണിത്. ഞാൻ കണ്ടിട്ടുണ്ട് ബിഹൈൻഡ് ദി സീനിൽ അവനെടുക്കുന്ന എഫേർട്ട് എന്ന് സൂര്യ പറഞ്ഞില്ലേ. യെസ്, കൃത്യമായിട്ട് ആ ഹാർഡ് വർക്കിൻ്റെ എഫേർട്ടാണ് നമ്മളവിടെ കണ്ടത്. കളി കഴിഞ്ഞിട്ട് കയറിപ്പോകുമ്പോൾ സൂര്യ വണങ്ങുകയാണ്. ഒരു നായകൻ ഈ കളിയിലെ യഥാർത്ഥ നായകനെ വണങ്ങിയ കാഴ്ച, അതൊക്കെ ഐക്കോണിക് പിക്ചറുകളാണിടോ. കളി കഴിഞ്ഞിട്ട് അദ്ദേഹം പോയിട്ട് നിൽക്കുന്ന ആ ബാറ്റിനെ ചുംബിച്ച് അവിടെ വെച്ചിട്ട് അവിടെ ഡ്രസ്സിങ് റൂമിലും പ്രാർത്ഥനാ നിരതനായി നിൽക്കുന്ന സഞ്ജു സാംസൺ നിങ്ങൾ കാണുന്നില്ലേ? ഓരോ താരങ്ങളും കെട്ടിപ്പിടിക്കുമ്പോഴും അദ്ദേഹം വല്ലാത്തൊരു നിർവൃതിയുടെ ബോഡി ലാംഗ്വേജിൽ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ തന്നെയാണ് ഈ കളി നമുക്ക് നൽകുന്ന മനോഹരമായ നിമിഷങ്ങൾ. പിന്നെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിലും സഞ്ജു സാംസൺ പറയുന്നുണ്ട്, എൻ്റെ ജേണി ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതായിരുന്നു. ചിലപ്പോൾ സെൽഫ് ഡൗട്ടുകൾ വരെ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും വീണ്ടും പരിശ്രമിച്ചാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന്. ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് സെഞ്ചുറികൾ അദ്ദേഹം ഒരുപാട് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ IPL-ലും അദ്ദേഹത്തിന് സെഞ്ചുറികളുണ്ട്, ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ടും സെഞ്ചുറി ഉണ്ട്. അതിനേക്കാളൊക്കെ ഉയരത്തിൽ ഈ ഇന്നിങ്സിന് അദ്ദേഹം കാണുന്നുണ്ട്. ഞാൻ കളി തുടങ്ങിയ കാലം മുതൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കും എന്ന് സ്വപ്നം കണ്ട നാൾ മുതൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യെസ്, സ്വപ്നമാണ് സഞ്ജു സാംസൺ അവിടെ ഇന്നലെ ഈഡൻ ഗാർഡൻസിൽ ജീവിച്ച് തീർത്തത്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചില്ല ഈ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അർത്ഥം? ദിസ് മീൻസ് ഹോൾ വേൾഡ് ടു മീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മലയാളികൾക്കും അങ്ങനെയാണെന്നേ, ഓരോ മലയാളി ക്രിക്കറ്റ് പ്രേമിക്കും അങ്ങനെയാണെന്നേ. ഒരുപാട് കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രകടനം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഒരു പെർഫെക്റ്റ് സ്റ്റേജിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഇന്നിങ്സോടുകൂടി സഞ്ജു സാംസൺ ആരാധകർക്കിതാ അവർ ആഗ്രഹിച്ചത് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഇന്നിങ്സിനെ കുറിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.